ഇന്നത്തെ സ്പെഷ്യൽ ഉള്ളിത്തീയലാണ്. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 1.5 കപ്പ് വരും. പച്ചമുളക് 9 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറിയൊരു കഷ്ണം കൊത്തി അരിഞ്ഞത്, കറിവേപ്പില, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, വാളംപുളി 1 നെല്ലിക്ക വലുപ്പത്തിൽ ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്, കടുക് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തീയലാവുമ്പോൾ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ആദ്യം തന്നെ പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ഇടാം. ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിടാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം, ഒരു ബ്രൗൺ കളർ ആവുന്നേരം വരെ. ഇപ്പോ ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു 3-4 മിനിറ്റ് വെച്ചിട്ട് ഇനി നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി തേങ്ങ വറുത്തെടുക്കാം. ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് തേങ്ങ ഇടാം. തേങ്ങ മിക്സിക്കകത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാം സെയിം സൈസിലേക്ക് വരും. കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇടാം. പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി നേരം വെക്കണ്ട, കരിഞ്ഞു പോകും. അതിന്റെ പച്ചമണം മാറി കഴിയുമ്പോൾ തന്നെ നമുക്ക് മാറാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇത് മിക്സിയുടെ കപ്പിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ വെള്ളം കൂട്ടാതെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാതെ ഒന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി ചുറ്റിച്ചെടുക്കാം. ഇപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഉള്ളി സ്റ്റൗവിലേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു മീഡിയം ഹീറ്റിലിട്ട് കുറച്ച് നേരം തിളപ്പിക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. സമയത്ത് ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കാം. 1 നുള്ളു പഞ്ചസാര നമ്മളിത് വാങ്ങുന്നതിന് മുമ്പ് കുറച്ച് ചേർക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അത് ഓപ്ഷണലാണ്. ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട്.